ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭൂചലനം. ദില്ലിയിലും സമീപ പ്രദേശത്തും പ്രകമ്പനം അനുഭവപ്പെട്ടു. പഞ്ചാബ്, ലുധിയാന, ജമ്മുകശ്മീരിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും പ്രകമ്പനമുണ്ടായി. പ്രഭവ കേന്ദ്രം അഫ്ഗാനിസ്ഥാൻ എന്നാണ് റിപ്പോർട്ടുകൾ. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നോബിൾ, എന്താണ് വിവിധ ഭാഗങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്, എന്താണ് സാഹചര്യം, വിവരങ്ങൾ എന്താണ് നോബിൾ മാരിക്കാരൻ? വിജിത്ത, ഇന്നിപ്പോൾ 9:50 പ്രകമ്പനം ശക്തമായി തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അനുഭവപ്പെട്ടത്. അത് ദില്ലിയിലും അതോടൊപ്പം തന്നെ പഞ്ചാബ്, ഹരിയാന, ഒപ്പം ജമ്മു കാശ്മീർ അടക്കമുള്ള ഭാഗങ്ങൾ, പഞ്ചാബ് അടക്കമുള്ള ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ വലിയ പ്രകമ്പനം ഉണ്ടായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. 5.9 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആളപായങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇന്ത്യയിൽ ഉണ്ടായതുപോലെ സമാനമായി തന്നെ പാകിസ്ഥാനിലും ശക്തമായ പ്രകമ്പനം ഉണ്ടായി എന്നാണ് വിവരമുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏറെക്കുറെ 150 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂചലനം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ എന്താണെങ്കിലും ഇപ്പോൾ ഒരു തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റു നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. എന്താണെങ്കിലും തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ടോ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ദില്ലിയിൽ ഇതിനു മുൻപും പല ഘട്ടങ്ങളും ഇത്തരത്തിൽ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റു നാശനഷ്ടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായ ഈ ഭൂചലനത്തിലും പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഏറെ ആശ്വാസമാണ്. 9:50 ഈ പ്രകമ്പനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. ശരി, അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല. ഉത്തരേന്ത്യയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. പഞ്ചാബിൽ, അതുപോലെ ദില്ലിയിൽ, ജമ്മു കശ്മീരിന്റെ ചില ഭാഗങ്ങളിലൊക്കെ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രഭവ കേന്ദ്രം അഫ്ഗാനിസ്ഥാൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.